മുന്നത്തെ ഒരു പാട്ട് ആളിപ്പോൾ റീൽ ചെയ്ത് ട്രെൻഡിങ് ആക്കി എല്ലായിടത്തും വൈറലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമറ നോക്കുന്നില്ല, ഡാൻസിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. ക്യാമറയ്ക്ക് നോക്കി കളിക്കുമ്പോൾ ഒരു ഇത് കിട്ടില്ല, അല്ലാണ്ട് വേറെ സൈഡിലേക്ക് നോക്കി കളിക്കുമ്പോൾ ഒരു എനർജി വരും. കമന്റ്സ് നോക്കുമ്പോൾ കുറേ ഗേൾസ് ക്രഷായി, ഫാൻസായി, ഒന്നും പറയണ്ട. അത് കുറെ മെസ്സേജ് വരാറുണ്ട്. എന്താ വരുന്നേ? അത് ചേട്ടനെ ഭയങ്കര ക്രഷാണ്, ബിഗ് ഫാൻ, അങ്ങനെ പറയാം. അപ്പൊ ഞാൻ എല്ലാത്തിനും താങ്ക് യു ഇത് മാത്രമേ പറയുള്ളൂ. കറന്റ്ലി എന്താ ഇപ്പം റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ഒക്കെ എന്താ? കമ്മിറ്റഡ് ആണോ? അല്ലല്ല, സിംഗിളാ? റെഡി ടു മിംഗിളോ? നോക്കിയോ ഓരോ മെസ്സേജിൽ പ്രപ്പോസലൊക്കെ വരാറുണ്ട്. എങ്ങനെ പ്രപ്പോസൽ? ഭയങ്കര ഇഷ്ടമാണ്. ചിലര് ഡയറക്റ്റ് വീഡിയോ കോളാ, വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വന്നോളൂ. ചെറുതായിട്ടൊന്ന് പ്രപ്പോസ് ചെയ്യണോ? ഞാൻ പ്രപ്പോസ് ചെയ്യണം. ഞാൻ പ്രപ്പോസ് ചെയ്യണോ? അതായിരിക്കും നല്ലത്. നേരിട്ട് കാണാൻ പറ്റിയോണ്ട് ഒന്ന് പ്രപ്പോസ് ചെയ്താലോ? ചെയ്തോ? ഇനി പ്രപ്പോസ് എങ്ങനെ ചെയ്യാം? എന്റെ കോൺസെപ്റ്റ് എന്താ ഇപ്പം ഇതിനെ കുറിച്ച്? എന്ത്? ഒരു ഗേൾ ഫ്രണ്ട് എങ്ങനെ ഇരിക്കണം? ഡാൻസ് കളിച്ചാൽ നൈസോ, അതാകുമ്പോൾ ഒരുമിച്ച് റീൽ ചെയ്യാലോ. ഡാൻസ് പഠിച്ച കുട്ടികൾക്ക് മുൻഗണന. അങ്ങനെയല്ല. നമ്മൾ വൈഷ്ണവിന് വേറൊരു ടാസ്ക് കൊടുക്കാൻ പോവാണ്. നമ്മളിപ്പോൾ ചേച്ചീനെ വൈഷ്ണവ് വിളിക്കുന്നു, ഫോൺ എടുത്തമ്പാടായി മിസ് യു എന്ന് പറയുന്നു. അപ്പൊ ചേച്ചിയുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്നാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ചെറിയൊരു പ്രശ്നമുണ്ട്, ഇത് സ്വിച്ച് ഓഫ് ആയി. ഹലോ. അല്ല, ഞാനേ നിന്നെ മിസ് ചെയ്തു എന്ന് പറയാൻ വിളിച്ചതാ. സങ്കടം വരില്ല? ഇതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞാട്ടാ, ഇവര് വിളിച്ചതാ. എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. സോ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മളൊക്കെ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഒക്കെ ചെയ്യും, കൂടി വന്ന 10-100 പേര് കാണും. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ഇപ്പോൾ 20 മില്യൺ കഴിഞ്ഞ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 14 വർഷം മുന്നത്തെ ഒരു പാട്ട് ആളിപ്പോൾ റീൽ ചെയ്ത് ട്രെൻഡിങ് ആക്കി എല്ലായിടത്തും വൈറലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ വെൽക്കം ചെയ്യാം. ഹായ് വൈഷ്ണവ്. ഹലോ. 20 മില്യൺ കഴിഞ്ഞു. എത്ര മില്യൺ എക്സ്പെക്ട് ചെയ്യുന്നത്? ഇതന്നെ എക്സ്പെക്ട് ചെയ്തിട്ടില്ലേ? ഞാനൊരു 3 മില്യൺ ആയിപ്പോ താങ്ക് യു ഫോർ 3 മില്യൺ വ്യൂസ് എന്ന് പറഞ്ഞിട്ടു. പിന്നെ അത് സെറ്റ് ആയി 20 മില്യൺ. ഓക്കെ, നമുക്ക് എന്തായാലും ഫസ്റ്റ് ആ ഒരു വൈറലായ വീഡിയോ കണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത്രയും ആൾക്കാർ റീൽസിലാണ് ഈ വീഡിയോ ഇങ്ങനെ കാണുന്നത്. പല ആൾക്കാരുടെ അടുത്ത് ഷെയർ ചെയ്ത് ന്യൂസ് ചാനൽസിലൊക്കെ വന്നു. അപ്പോൾ നമുക്ക് അത് ആദ്യം ഒന്ന് ലൈവായിട്ട് കാണാം. അല്ല, ഈ ആളെ കിട്ടിയിട്ട് ഇത് ലൈവായിട്ട് കളിപ്പിച്ചില്ലെങ്കിൽ പിന്നെ എന്തിന് കാണാം? ഓക്കെ, സെറ്റ്. സോ വൈഷ്ണവ്, ഈ വീഡിയോ ഇപ്പം ആ പഴയൊരു പാട്ട് വൈഷ്ണവ് ഡാൻസ് കളിച്ച് ഇപ്പോൾ വൈഷ്ണവിൻ്റെ സ്റ്റെപ്പുകളാണ് എല്ലായിടത്തും വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ആൾക്കാരത് കൊളാബ് ചെയ്യുന്നു, ഡ്യുവറ്റ് ചെയ്യുന്നു, റിയാക്ട് ചെയ്യുന്നു. എവിടെ ഒരു നെഗറ്റിവിറ്റിയേ ഇല്ല, ഫുൾ സെറ്റ് എന്ന്. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ട കമൻസ് എന്താണെന്ന് വെച്ചാൽ, ക്യാമറ നോക്കുന്നില്ല, ഡാൻസിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. അതെന്താ അങ്ങനെയാണോ പൊതുവെ ഡാൻസ് ചെയ്യാറ്? അതല്ല, എനിക്ക് ക്യാമറയ്ക്ക് നോക്കി കളിക്കുമ്പോൾ ഒരു ഇത് കിട്ടില്ല, അല്ലാണ്ട് വേറെ സൈഡിലേക്ക് നോക്കി കളിക്കുമ്പോൾ ഒരു എനർജി വരും. അതായത് ക്യാമറ അവിടെ ഉണ്ടെന്ന് വിചാരിക്കും, ക്യാമറ ഇല്ലാന്ന് വിചാരിക്കും, എന്നിട്ട് കളിക്കും. ഏറ്റവും കൂടുതൽ കമന്റ് വരുന്ന വേറൊരു കാര്യം ഹെയറിനാണ്. ഹെയർ വാസ് ദ അൺപെയ്ഡ് ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഒക്കെ ഉണ്ടായിരുന്നു. കൂടുതലും ഫാൻസ് ഒക്കെ വന്നു തുടങ്ങി. ഹെയറിനെ പറ്റിയിട്ട് കുറെ കമന്റ്സ് കാണാറുണ്ട്. നമ്മൾ ഇൻസ്റ്റ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആകെ 10-12 വീഡിയോസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതെന്താ? ആക്റ്റീവ് അല്ല. ഞാനതിന് വല്ലപ്പോഴൊക്കെയാണ് വീഡിയോ ഇടാ. അതിങ്ങനെ തോന്നും, ഇങ്ങനെ ഇത് ചെയ്താ നൈസാവും, അങ്ങനെ എന്തെങ്കിലും തോന്നണം, അപ്പോൾ റീൽ ഇടും.
പൊതുവെ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലാത്ത ഒരാൾ, ആകെ 10-12 വീഡിയോസ് ചെയ്ത ഒരാൾ ഈ റീൽസ് ഒക്കെ ചെയ്യണം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞായിരുന്നു ഈ വീഡിയോ പോലും ഫ്രണ്ട്സ് പറഞ്ഞിട്ടാണ് പോസ്റ്റ് ചെയ്തതെന്ന്. അപ്പം എന്ത് തോന്നി? ഈ 20+ മില്യൺ വ്യൂസ് വന്നു, സ്റ്റിൽ അത് ട്രെൻഡിങ്ങിൽ തന്നെ നിന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ വീഡിയോ തന്നെ പോസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചതാ. അത് എന്തോ പോലെ തോന്നി പെട്ടെന്ന് കണ്ടപ്പോ. പിന്നെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു അതിട്ടോ, റീലിട്ടോ സെറ്റ് ആവും, അങ്ങനെയൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് അങ്ങനെ റീലിട്ടു. ഇട്ട് കഴിഞ്ഞപ്പോൾ അതായത് പെട്ടെന്നൊരു റീച്ച് ആയിരുന്നു. ഇട്ടപ്പോ തൊട്ടേ ഇത് വൈറലായി. ഇട്ടപ്പോ ആദ്യത്തെ ദിവസം ഒരു മീഡിയം റേഞ്ചിൽ പോയി, പിന്നെ നല്ല വ്യൂസ് കയറി വീഡിയോ. അപ്പം ഈ ഫസ്റ്റ് ആ ഒരു റിയാക്ഷൻ എന്തായിരുന്നു? ഞാൻ വൈറലായി കഴിഞ്ഞു എന്ന് അറിഞ്ഞപ്പോ. അത് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല. ഇങ്ങനെ ഞാൻ ഇങ്ങനെ റിഫ്രഷ് അടിച്ച് നോക്കും, ഫോളോവേഴ്സ് കയറുന്ന കാണാന്. അങ്ങനെ നല്ല രസല്ലേ? നല്ല രസം. അല്ലാണ്ട് ഇങ്ങനെ ഒരു സന്തോഷം. സന്തോഷം വൈകുന്നേരം അത് പറയുന്നത് നിനക്ക് സന്തോഷമില്ലല്ലോ. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഈ വീഡിയോ റീച്ച് ആവുമ്പോഴേ, പിന്നെ അത് വേറെ ആൾക്കാര് സ്റ്റെപ്പ് യൂസ് ചെയ്തിട്ട് കളിക്കുമ്പോ അത് കാണുമ്പോ നല്ല രസല്ലേ? ഡാൻസ് പഠിക്കുന്നുണ്ടോ? ഭയങ്കര എന്താ ഈസി ആയിട്ടാ കളിക്കുന്നേ? ഡാൻസ് പഠിക്കണമെന്നില്ല, ആഗ്രഹം ഉണ്ടായിരുന്നു പോയാലോ ഒന്ന്. പിന്നെ വേണ്ടാന്ന് വെച്ചു, പോയില്ല. ഞാൻ ഈ റീൽസ് ഒക്കെ കാണും, വല്ല യൂട്യൂബിലൊക്കെ നോക്കിട്ട് ഓരോ സ്റ്റെപ്പ് ഒക്കെ നോക്കും, അപ്പൊ അങ്ങനെയൊക്കെ കളിക്കാൻ നോക്കും. ഓക്കെ, ഞാൻ വേറൊരു വീഡിയോ കാണിച്ചു തരാവേ. എന്റെ തന്നെ വീഡിയോ ഇതില് ക്യാപ്ഷനാണ് ഈ വീഡിയോ കാണിക്കാനുള്ള കാരണം. ഇവന്റെ ഡാൻസിനോട് വല്ലാത്തൊരു ക്രഷ് ഒരു പെങ്കൊച്ച് പോസ്റ്റ് ചെയ്തിരിക്കുന്നതാ. ഞാൻ കമന്റ്സ് നോക്കുമ്പോ കുറേ ഗേൾസ് ക്രഷായി, ഫാൻസ് ആയി, ഒന്നും പറയണ്ട. എങ്ങനെ അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നു? അത് ഞാൻ ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ഈ വീഡിയോ എനിക്ക് അയച്ചു തന്നു. ഞാൻ അങ്ങനെ കമന്റ്സ് ഇങ്ങനെ വായിച്ചിരുന്നു, ഇങ്ങനെ നല്ല ഇതിൽ ഇങ്ങനെ കമന്റ് ഇങ്ങനെ വായിച്ചു പോകും. അത്ര തന്നെ, വേറെ അങ്ങനെ ഒന്നും ഉണ്ടാവാറില്ല. റിപ്ലൈ ഒന്നും കൊടുക്കാറില്ലേ? റിപ്ലൈ എനിക്ക് മെസ്സേജ് വരുമ്പോ ഫോൺ ഇതുണ്ട്, കംപ്ലൈന്റ് ഉണ്ട്. പിന്നെ നിങ്ങൾ വിളിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേ ഫോൺ പോയേ. അയ്യോ, ഫോൺ അടിച്ചു പോയി. അത് പിന്നെ അങ്ങനെ പോയി. പിന്നെ ഞാൻ ഫ്രണ്ടിന്റെ ഫോൺ യൂസ് ചെയ്യാം, ഫ്രണ്ടിന്റെ അമ്മാമ്മയുടെ ഫോൺ എനിക്ക് തന്നതാ യൂസ് ചെയ്യാം. പിന്നെ അതിൽ എഡിറ്റിങ് തുടങ്ങി. വൈകുന്നേരം ഫുള്ള് അതിൽ നിന്ന് ഇങ്ങനെ എഡിറ്റ് ചെയ്യും. രാവിലെ അത് എഡിറ്റ് ചെയ്ത് എന്റെ വീഡിയോ ഒരു 3-4 വട്ടം കണ്ടാ പിന്നെ എനിക്ക് ഇഷ്ടാവില്ല, ഇതിടണ്ട അങ്ങനെ തോന്നും. പിന്നെ ഫ്രണ്ട്സിനെ കാണിച്ചു കൊടുക്കുമ്പോ ഈ മെസ്സേജസ് ഒക്കെ വരുമ്പോ ഇപ്പൊ ഒന്നും കൂടി വൈറലായി. ഈ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരുടെയും ഹാർട്ട് ത്രോബായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ക്രഷ് മെസ്സേജസ് ഒക്കെ വരുന്നത് കാണാറുണ്ടോ? അത് കുറെ മെസ്സേജ് വരാറുണ്ട്. എന്താ വരുന്നേ? അത് ചേട്ടനെ ഭയങ്കര ക്രഷാണ്, ബിഗ് ഫാൻ, അങ്ങനെ പറയാം. അപ്പൊ ഞാൻ എല്ലാത്തിനും താങ്ക് യു ഇത് മാത്രമേ പറയുള്ളൂ, വേറൊന്നും പറയില്ല. വേറൊന്നുമില്ല. ഈ ഫ്രണ്ട്സ് ആണ് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നത്. എല്ലാത്തിനും. ഈ ചില വീഡിയോ ഒക്കെ വൈകുന്നേരം 12 മണി നേരത്തെ റോട്ടില് നിൽക്കും, ഒരു വല്ല സ്ട്രീറ്റ് ലൈനിന്റെ അടിയിൽ പോയി നിൽക്കും. അപ്പോ ഈ വണ്ടികൾ വരുമല്ലോ, അപ്പൊ ഇവര് ഒരു ടീം അപ്പുറത്തുണ്ടാവും, ഒരു ടീം ഇപ്പുറത്തുണ്ടാവും. എന്നിട്ട് അവിടെ നിന്ന് വണ്ടികൾ വരുന്നേ പറയും. പിന്നെ ലേറ്റ് അതൊക്കെ നോക്കി നല്ല ഇതുണ്ട്, നല്ല എഫേർട്സ് ഉണ്ടല്ലേ. ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് സിമ്പിൾ ആയിട്ട് പോകും. ഏറ്റവും ആദ്യം വൈറലായ വീഡിയോ ഏതായിരുന്നു? ആദ്യം ഞാൻ മറ്റേ ജെൻഡ ഫൂൾ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് കുറെ അധികം ഹിന്ദി ബംഗാളികൾ കുറെ പേര് വന്ന് മെസ്സേജ് ഉണ്ടായിരുന്നു. അതില് തെറിയും കേൾക്കാറുണ്ട്. തെറി എനിക്ക് വരാറുണ്ട്, ഞാൻ കണ്ടു, മെസ്സേജ് കണ്ടു. അല്ലല്ല, അവര് പിന്നെ DM-ല് വേറെ ബാഡായിട്ട് കുറെ വീഡിയോസ് ഒക്കെ വരാറുണ്ട്. അങ്ങനത്തെ കുറെ വരാറുണ്ട്. നിന്റെ വീഡിയോ ആണോ? ട്രോൾസ് ആണോ? അല്ലല്ല, അത് വേറെ ചില ബാഡ് വീഡിയോസ് ഒക്കെ അയച്ചുതരും. DM-ൽ ഇങ്ങനെ കുറെ വന്ന് എടുക്കണ്ടാവും. ഏത് തൊട്ടല്ല അത് വരാറ് ഒരു ടൈമില്. അത് നിന്റെ അൽഗോരിതം വർക്ക് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ഇപ്പൊ എന്താ ചെയ്യുന്നത് ശരിക്കും? ഇപ്പം ഫാൻസിനൊക്കെ അറിയാൻ ആഗ്രഹം ഉണ്ടാവും, എന്താ ചെയ്യുന്നേ, എവിടെന്നാ വരുന്നേന്നൊക്കെ. ഞാൻ എന്റെ വീട് സ്ഥലമൊക്കെയാണോ? തൃശ്ശൂർ എന്നാണ് വീട് അല്ലേ? വീട് ഒല്ലൂര് മരത്താക്കര ഭാഗത്ത്. അവിടെയാണ് ഇപ്പൊ കറന്റ്ലി അവിടെ അതല്ലടാ, പഠിക്കുവാണോ? ഞാൻ ഇവിടെ മരത്താക്കരയാണ് വീട്, അവിടെയാണ് താമസിക്കുന്നത്. ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞു,
പിന്നെ ഇപ്പോൾ ഒരു ജെമ്മോളജി എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് പഠിക്കുക, ഈ ഡയമണ്ട് ഗ്രേഡിങ് അങ്ങനത്തെ ഒക്കെ. അത് ഡിഗ്രി എൻ്റെ ഇടയിൽ കൂടെ എഴുതിയെടുക്കണം. 3 സപ്ലി ഉണ്ട്. ഉഴപ്പനായിരുന്നോ കോളേജില്? ആ, നന്നായിട്ട്. ഇടയ്ക്കിടയ്ക്ക് കോളേജിൽ പോവും, പിന്നെ അവിടെ കിടന്ന് ഉറങ്ങും. പിന്നെ വല്ല വീട്ടിൽ ഉറങ്ങാറില്ലേ? വീട്ടിലുറങ്ങില്ല, വൈകുന്നേരം വല്ല ഫോൺ കളിച്ചിരിക്കും. അങ്ങനെ ക്ലാസ്സിൽ പോയിട്ട് കിടന്നുറങ്ങും. കോളേജിലെ ടീച്ചേഴ്സ്, ഫ്രണ്ട്സ് അവരൊക്കെ ഇപ്പൊ വൈറലായപ്പം എന്താ പറയുന്നത്? അവരായിട്ട് വലിയ എന്റെ ചെറുപ്പത്തിലത്തെ 1, 2 പഠിക്കുന്ന ടീച്ചറില്ലേ, അവര് വിളിച്ചിട്ട് ഓരോ അന്വേഷണം പറയാറുണ്ട്. ഇപ്പോഴത്തെ ആൾക്കാർ ഈ അടുത്തൊരു എന്റെ സാറിനെ കണ്ടു, അപ്പൊ ആളിങ്ങനെ വന്ന് കൺഗ്രാജുലേഷൻ ഒക്കെ പറഞ്ഞു. അങ്ങനെ ഈ ഇരിക്കുന്ന ആള് വെറും ഇൻസ്റ്റഗ്രാമിൽ റീൽ ചെയ്ത് വൈറലായ ഒരാളല്ല, ഒരു സിനിമാ നടനാണ് അല്ലേ? 4-5 സിനിമകളോളം അഭിനയിച്ച ഒരാളാണ്. ജയറാമേട്ടനൊക്കെ കൂടെ അഭിനയിച്ചു. അങ്ങോട്ട് അത് ഞാൻ ചെറുപ്പത്തില് നാടകത്തില് സെലക്ഷൻ നടക്കണ്ടായിരുന്നു സ്കൂളില്. അപ്പൊ അതില് ജസ്റ്റ് ഒന്ന് എന്നിട്ട് പശുവിന് പുല്ല് കൊടുത്തിട്ട് പോവാ, അത്രേ ഉള്ളൂ എന്റെ റോള്. അപ്പൊ ഡയലോഗ് ഇല്ലല്ലോ, അപ്പൊ അതില് ഞാൻ ജസ്റ്റ് അത് പോയി അഭിനയിച്ചു പോന്നു. അപ്പൊ സാറ് പറഞ്ഞു അഭിനയിച്ച എല്ലാരും വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അഭിനയിച്ചിട്ടൊന്നുമില്ലല്ലോ, പക്ഷെ എന്നാലും ഞാൻ വെറുതെ പോയിരുന്നു. അതിലൊരു 10 പേരെ സെലക്ട് ചെയ്തതിൽ ഞാൻ പെട്ടു. അങ്ങനെ പോയി അഭിനയിച്ചു, ബെസ്റ്റ് ആക്ടർ കിട്ടി. ഒരു സംവിധായകൻ കണ്ടു, ആള് വിളിച്ചു, സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ. അപ്പൊ അങ്ങനെ പോയി ഒരു 3-4 സിനിമയിലൊക്കെ അഭിനയിച്ചു ചെറുപ്പത്തില്. ഉത്സാഹ കമ്മിറ്റി, ഉറുമ്പുകൾ ഉറങ്ങാറില്ല, പ്രേമസൂത്രം, അങ്ങനത്തെ അമലയിലൊക്കെ നല്ല ചെറിയ ചെറിയ വേഷങ്ങൾ ചെറുപ്പത്തില്. എങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആയിരുന്നു? അത് നടന്മാരെ ചെറുപ്പകാലം. ആണോ? ഏതൊക്കെ നടന്മാരെ ചെറുപ്പകാലം? ബാലു വർഗീസില്ലേ, ആളുടെ ചെറുപ്പകാലം, പ്രേമസൂത്രം എന്ന് പറഞ്ഞ സിനിമയില് അതില് ആളുടെ ചെറുപ്പകാലമായിട്ട് ചെയ്തു. അപ്പം പ്രേമസൂത്രത്തില് ബാലു വർഗീസിന്റെ ചെറുപ്പകാലമായിട്ട് ആക്ട് ചെയ്തു. ചെക്കൻ വളർന്ന വലുതായിട്ടോ. ഞാൻ ട്രെയിലർ കാണിച്ചു തരാം നിങ്ങക്ക്. ഇതല്ലേ? ഓക്കെ, ബാലു വർഗീസിന്റെ കുട്ടിക്കാലം അഭിനയിച്ചു. അപ്പം ആ സമയത്ത് സ്കൂളിലൊക്കെ സ്റ്റാർ ആയി കാണുമല്ലോ. അന്നൊക്കെ നല്ല രസമായിരുന്നു. ടീച്ചർമാരൊക്കെ ബർത്ത്ഡേ വരുമ്പോഴേ, കുട്ടല്ലൂർ സ്കൂളിലാണ് പഠിക്കണ്ടായിരുന്നെ, ആ ടൈമിലൊക്കെ ബർത്ത്ഡേ വരുമ്പോ ഇങ്ങനെ വിളിക്കും, സ്റ്റേജിലേക്ക് വിളിക്കും. എന്നിട്ട് പക്ഷെ എനിക്ക് സ്റ്റേജ് നല്ല പേടിയാ. എന്നാലും അങ്ങനെ സ്റ്റേജിലൊക്കെ വിളിച്ച് ബർത്ത്ഡേ ആഘോഷിക്കാറൊക്കെ ഉണ്ട് മുമ്പ് ഈ ടൈമിലൊക്കെ. ഇപ്പൊ ആക്ച്വലി നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലായത് വൈഷ്ണവിന് കറന്റ്ലി ഫോണില്ല. ഫ്രണ്ടാണ്, ഫ്രണ്ടിന്റെ ഐഫോണിലാണ് ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന വൈറൽ വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. അവന്റെ കൂട്ടുകാരന്റെ ഐഫോണാ, അതില് നല്ല രസമായിട്ട് ക്ലാരിറ്റിയിലൊക്കെ കിട്ടും. അത് വേറെ ഫ്രണ്ടിന്റെ ഫോണില് എഡിറ്റ് ചെയ്യും, എന്നിട്ട് വേറെ ഫ്രണ്ടിന്റെ ഫോണിൽ ലോഗിൻ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഉള്ള ഫോൺ? ഇപ്പൊ ഒരു ഫോൺ ഉണ്ട്, ചെറുത്, അച്ഛന്റെ ഫോണാ, ഒരു കീപാഡ് ഉണ്ട് കയ്യില്. എനിക്ക് ഉറപ്പാണ് ഈ ഇന്റർവ്യൂ കഴിയുമ്പോൾ നിനക്ക് ആരെങ്കിലും ഫോൺ വാങ്ങിച്ചു തന്നിരിക്കും. ഫ്രണ്ട്സിന്റെ ഫോൺ ഉണ്ട്, സ്വന്തമായിട്ട്. ഇതാണ് ഫോൺ. ഇതിലിപ്പോ സിം ഇട്ട് യൂസ് ചെയ്യാം, അതായത് പിന്നെ സിം ഇടാതെ യൂസ് ചെയ്യാം. അതിലാണ് താൽക്കാലിക കോൾസും മെസ്സേജസ് ഒക്കെ. ഓക്കെ, ഫോൺ വാങ്ങി കൊടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പൊ 16 ഇറങ്ങിയിട്ടുണ്ട്, 16 Pro ഇറങ്ങിയിട്ടുണ്ട് അല്ലേ? എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. ഓക്കെ, ആദ്യം ഒരു ഫോൺ ഉണ്ടായിരുന്നു റെഡ്മിയുടെ, അത് നാശായി. അതിനുശേഷം കൂട്ടുകാരന്റെ അമ്മമ്മയുടെ ഫോണിലാണ് ഇടക്കിടക്ക് നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ അത് എനിക്ക് തന്നു. ആ സാധനം അമ്മമ്മ സഹിട്ട് ആ ഫോൺ ഇവന് കൊടുത്തു. പിന്നെ അതില് വൈകുന്നേരം ഫുൾ ഇരുന്ന് എഡിറ്റ് ചെയ്യും. ഒരു വീഡിയോ കിട്ടി, അത് ഇരുന്ന് എഡിറ്റ് ചെയ്ത് രാവിലെ വരെ ഇങ്ങനെ ഉറങ്ങില്ല, രാവിലെ വരെ ഇങ്ങനെ ഇരുന്ന് എഡിറ്റ് ചെയ്യും. ആ വീഡിയോയിൽ അത്ര വലിയ ഇതൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നു. യൂട്യൂബിൽ നോക്കും, എന്നിട്ട് അതേപോലെ ചെയ്യാൻ നോക്കും, അങ്ങനെയൊക്കെ. ഓക്കെ, പരീക്ഷണങ്ങളൊക്കെ. അതന്നെ. ആ ഫോണാണ് ഇപ്പൊ നാശമായി പോയത്. അത് നാശമായി പോയി. ഇൻ കേസ് ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ ആരുടെ കൂടെ ആക്ട് ചെയ്യണം എന്ന് ആഗ്രഹം? അങ്ങനെ ചോദിച്ചാ എനിക്ക് അങ്ങനെ അറിയില്ല, ആരുടെ കൂടെയും കുഴപ്പമൊന്നുമില്ല. അല്ലടാ, നിനക്കൊരു ഇന്ന ആള് ഫേവറേറ്റ്, അപ്പൊ ആളുടെ കൂടെ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യണം. ഫീമെയിൽസ് ആരുടെ ഹീറോ ആയിട്ട് അഭിനയിക്കണം? അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും ഇല്ല. ഇപ്പൊ എന്തോരം കുട്ടികളുണ്ട്. അനശ്വര, മമിത, സാനിയ, അനഘ, മമിത ബൈജു. മമിത പ്രേമല് പോലത്തെ ഒരു സിനിമ അല്ലേ? മമിതയുടെ ഫാനാണ്. ആൾ ഭയങ്കര ഇഷ്ടമായി ആ പടത്തില്. ഇപ്പൊ നമ്മൾ അതല്ലാണ്ട് വേറൊരു കഥ കേട്ടു, ഫോളോവേഴ്സിന്റെ ഒരു കഥ നേരത്തെ പറഞ്ഞില്ലേ? അത്
അത് ഞാൻ കുറെ നാള് മുന്നേ റീലിടണായിട്ടൊക്കെ മുന്നേ അന്ന് മുമ്പ് 250 രൂപയ്ക്ക് മറ്റേ ബോട്ട് ഫോളോവേഴ്സിനെ കിട്ടി. അപ്പൊ അക്കൗണ്ട് ഇങ്ങനെ നല്ല 5000 ഫോളോവേഴ്സ് ആക്കി വെക്കാലോ. അങ്ങനെ ചെയ്ത പിന്നെ അത് ഫ്രണ്ട്സ് ഇത് എങ്ങനെയാണ് നിന്റെ പെട്ടെന്ന് കൂടിയ ഫോളോവേഴ്സ്, പിന്നെ അത് ഭാരം പോലെ. പിന്നെ ഞാൻ അത് വൈകുന്നേരം എന്നിട്ട് എല്ലാരും റിമൂവ് ചെയ്ത് അക്കൗണ്ടിൽ നിന്ന് എല്ലാം കളഞ്ഞു. അങ്ങനെ കളഞ്ഞു. പക്ഷെ ഇപ്പൊ 125K ആയി അല്ലെ, 1,25,000 ഫോളോവേഴ്സ് ആയി. ഓക്കെ. അങ്ങനെ റിയൽ ഫോളോവേഴ്സ് കയറിയപ്പം എന്താ തോന്നി? ഇപ്പം അന്ന് അത് 250 രൂപക്ക് ഫോളോവേഴ്സിനെ കയറ്റി, പിന്നെ അത് കളഞ്ഞു, പിന്നെ ഒരു ദിവസം നോക്കുമ്പോ വീഡിയോ വൈറലാവുന്ന ഫോളോവേഴ്സ് കയറുന്നു. നല്ല സന്തോഷം. ഇപ്പൊ അതിപ്പം കുറെ ഗേൾസ് ഫാൻസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അവർക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും. എന്താണ് ഇപ്പൊ കറന്റ്ലി റിലേഷൻ? എഡിറ്റിങ്ങിനെ കുറിച്ചിട്ടൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്. അതല്ലോ പറഞ്ഞോ. അല്ല അത് കേട്ടോ ചോദിച്ചോ. ഇല്ല നീ പറഞ്ഞോ. എന്നിട്ട് ചോദിച്ചത് ഞാൻ ചോദിച്ചത് ഇപ്പൊ കുറെ ഗേൾസ് ഫാൻസ് ഉണ്ട്, ആൾക്കാരിപ്പം വൈഷ്ണവിന്റെ ഒരു കമന്റ് കിട്ടാനും സ്റ്റോറി കാണാനൊക്കെ ഇങ്ങനെ റീലൊക്കെ ഷെയർ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്, ഡൈ ഹാർട്ട് ഫാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും, 12 വീഡിയോസ് ഉള്ളൂ, അതിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ഇങ്ങനെ കാണില്ല. അപ്പൊ 2 ഗേൾസിന്റെ കൂടെ വീഡിയോസ് ഇങ്ങനെ ചെയ്യുന്നത് കാണാറുണ്ട്. ആദ്യം അവര് 2 പേരും ആരാന്ന് പറ. അതിലൊന്ന് വരദാന്റെ ചേച്ചിയാ, സ്വന്തം ചേച്ചി. ഒന്ന് സ്വന്തം ചേച്ചി, പിന്നെ ഒരെണ്ണം എന്റെ ഫ്രണ്ടിന്റെ ചേച്ചി. ഫോണൊക്കെ യൂസ് ചെയ്യാൻ തന്നെ അവിടുത്തെ ചേച്ചി. ഓക്കെ. അപ്പൊ കറന്റ്ലി എന്താ ഇപ്പം റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ഒക്കെ എന്താ? കമ്മിറ്റഡ് ആണോ? അല്ലല്ല, സിംഗിളാ? റെഡി ടു മിംഗിളോ? നോക്കിയോ. ഓരോ മെസ്സേജിൽ പ്രപ്പോസലൊക്കെ വരാറുണ്ട്. എങ്ങനെ പ്രപ്പോസൽ? നേരിട്ടിട്ട് കാണണമെന്നില്ലല്ലോ. ഇല്ല, നേരിട്ട് വന്ന് പറയണോ അല്ലേ? അങ്ങനെ. എന്താ പ്രപ്പോസൽ മെസ്സേജ് എന്തെങ്കിലും ഒന്ന് പറയാവോ? ആദ്യം ബിഗ് ഫാനാണ്, ക്രഷ് അടിച്ചു, ഭയങ്കര ഇഷ്ടാണ്. ചിലര് ഡയറക്റ്റ് വീഡിയോ കോളാ. ഓ, റിയൽ അക്കൗണ്ട്. ഇടയ്ക്ക് വൈകുന്നേരം ഉണ്ടെങ്കിൽ ഇങ്ങനെ വന്നോളൂ, കോള് വന്നോളൂ. അങ്ങനെയൊക്കെ ഞാൻ എടുക്കാറില്ല. പിന്നെ അത് അതിന് എല്ലാവർക്കും വൈകുന്നേരം പോയിട്ട് എല്ലാവർക്കും ഒരുമിച്ച് ഇങ്ങനെ ഹായ് 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 എല്ലാവർക്കും ഒരുമിച്ച് ഇങ്ങനെ അയച്ചിടും, റിപ്ലൈ കൊടുക്കും. അല്ലെങ്കിൽ അവർക്ക് ജാടയാണ്, ജാടയാണ്, അങ്ങനെ പറയും. അവർക്കറിയില്ലല്ലോ ഈ ഫോണൊന്നും ഇല്ല. ഓക്കെ. അല്ല, അപ്പം ഓർത്തിരിക്കുന്ന എന്തെങ്കിലും മെസ്സേജസ് ഉണ്ടോ അങ്ങനത്തെ? എന്നെ നേരിട്ട് കണ്ടിട്ട് എന്നെ ഇതേപോലെ ഓരോരുത്തർ വിഷയം അതൊക്കെ നല്ല സെൽഫി ഒക്കെ എടുത്തിട്ട് പോയി. ഞാൻ ഡ്രസ് എടുക്കാൻ പോയപ്പോഴേ ഒരു ചെക്ക എന്നെ കണ്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇടുന്ന ഓടാ, എന്നിട്ട് ഇങ്ങനെ അടുത്തേക്ക് വന്ന് ചേട്ടാ ഫോട്ടോ എടുക്കട്ടെ, അങ്ങനെ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ആണോ? ഇനിയിപ്പോ കൂടും ഫാൻസ് ഒക്കെ. കൂടുമായിരിക്കും, അറിയില്ല. കൂടും, ഉറപ്പായിട്ടും കൂടും. കാരണം ഇത്രയും റീച്ച് ആയിട്ട് നിൽക്കുന്ന ഒരാള്, എല്ലാരും ഇപ്പൊ വൈഷ്ണവിന്റെ സ്റ്റെപ്സ് ആണ് ആ പാട്ടിന് കളിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ ഫാൻസിന്റെ എണ്ണം കൂടെ ഉള്ളൂ. ആദ്യമായിട്ട് ഫോട്ടോ എടുത്തത് ആ കുട്ടിയോ? അങ്ങനെ പുറമെ പോയിട്ട് ഇങ്ങനെ ആദ്യമായിട്ടാ. ഓക്കെ. എന്താ കോൺസെപ്റ്റ് എന്താ ഇപ്പം ഇതിനെ കുറിച്ച്? ഒരു ഗേൾ ഫ്രണ്ട് എങ്ങനെ ഇരിക്കണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കണം എന്ന് പറയുന്നത്. ഐ മീൻ എന്താണ് ആൾക്ക് എന്തൊക്കെ ക്വാളിറ്റിയാണ് വൈഷ്ണവ് എക്സ്പെക്ട് ചെയ്യുന്നത്? അതൊരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ അല്ല, ഫ്രണ്ടിന് വേണ്ടല്ല വേണം, അതായത് മനസ്സിലായില്ലേ? എടാ അങ്ങനെയൊന്നും അല്ലടാ. പിന്നെ ഫ്രണ്ട് എനിക്കങ്ങനെ പ്രത്യേകിച്ച് കോൺസെപ്റ്റ് ഞാൻ അങ്ങനെ ഒന്നും ചിന്തിക്കാറൊന്നുമില്ല. ഡാൻസ് കളിക്കണോ? ഡാൻസ് കളിച്ച നൈസോ, അതാകുമ്പോ ഒരുമിച്ച് റീൽ ചെയ്യാലോ. അങ്ങനെ പറ. അങ്ങനെ ഉണ്ട്. പിന്നെ നല്ല ഡ്രസ്സിംഗ് ഒക്കെ ഉള്ള കുട്ടി. ഓക്കെ. ഡാൻസ് കളിക്കാൻ നൈസോ. അപ്പൊ ഡാൻസ് പഠിച്ച കുട്ടികൾക്ക് മുൻഗണന. അങ്ങനെയല്ല. എന്തായാലും നമ്മളിപ്പോ കുറച്ചു നേരം വൈഷ്ണവിന്റെ വിശേഷങ്ങളൊക്കെ കേട്ടു. അപ്പോ വൈഷ്ണവിന് ചെറിയൊരു ടാസ്ക് തരാം. എന്തായാലും നടനാന്നല്ലേ പറഞ്ഞേ, നമ്മൾ ചെറുപ്പം തൊട്ടേ സിനിമയിൽ അഭിനയിക്കുന്നു, ഭാവിയിൽ ഇനി അഭിനയിക്കാൻ പോകുന്ന ഒരാളാണ്. അപ്പൊ നമുക്ക് വൈഷ്ണവിന്റെ ആക്ടിങ് സ്കിൽ ഒന്ന് കാണാം. ദൈവമേ. ഒന്നുമില്ല, വൈഷ്ണവ് ചെറുതായിട്ടൊന്ന് പ്രപ്പോസ് ചെയ്യണം. ഞാൻ പ്രപ്പോസ് ചെയ്യണം? ഇനി ഞാൻ പ്രപ്പോസ് ചെയ്യണം. അതായിരിക്കും നല്ലത്. എനിക്കറിയില്ലടാ, എല്ലാരും ഇതൊക്കെ പറ്റും. യെസ് പറയോ? യെസ് പറയാം. വേണ്ട, എനിക്ക് പ്രപ്പോസ് കട്ട് പറയണം. ഓക്കെ, വൈഷ്ണവല്ലേ ചെയ്യണേ? എന്നാ ഞാൻ ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ വീഡിയോസ് കാണാറുണ്ട്. അപ്പൊ അന്ന് അത് എനിക്കറിയണ്ടായില്ല.
പിന്നെ അത് എന്താ എനിക്കറിയില്ല, വീണ്ടും വീണ്ടും കാണാൻ തോന്നാ. അത് ഞാൻ വെച്ച് പ്രോഗ്രാമിനോടുള്ള ഇഷ്ടമായിരുന്നു. പിന്നെയാണ് മനസ്സിലായത് തന്നോടുള്ള ഇഷ്ടമായിരുന്നു. പിന്നെ അപ്പൊ നേരിട്ട് കാണാൻ പറ്റിയോണ്ട് ഒന്ന് പ്രപ്പോസ് ചെയ്താലോന്നുണ്ട്. ചെയ്തോ? ഇനി പ്രപ്പോസ് എങ്ങനെ ചെയ്യാം? ആരും പ്രപ്പോസ് ചെയ്തിട്ടില്ല ഇതുവരെ, ആദ്യമായിട്ട് തന്നെയാണോ പ്രപ്പോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു വട്ടം. ഇത് രണ്ടാമത്തെ. ആ കഥയിലേക്ക് നമുക്ക് വരാം. എന്നിട്ട് പറയാൻ ആഗ്രഹിച്ചതായിരുന്നു. അപ്പൊ നേരിട്ട് കണ്ടപ്പോ എനിക്കിതിപ്പോ പറയണമെന്ന് തോന്നി. എനിക്ക് തന്നെ ഇഷ്ടമാണ്. മതി, എന്താന്ന് വെച്ചാൽ തന്നോളൂ. മതി. ഒരു ഇപ്പൊ തൽക്കാലം പൂ പിടിക്കാം. ഓക്കെ, സൂപ്പർ. കൈയടിക്കണ പിള്ളേരെ ഇപ്പൊ. ഓക്കെ, അഭിനയം കൊള്ളായിരുന്നു കേട്ടോ. പക്ഷെ പാവ ആദ്യമായിട്ടൊരു കുട്ടീനെ പ്രപ്പോസ് ചെയ്തു, അവിടെ നിന്ന് എന്തോ വലിച്ചു കീറി എന്നൊക്കെ കേൾക്കുന്നുണ്ട്. രണ്ടാമത് ഇവിടെയാണ് പ്രപ്പോസ് ചെയ്യുന്നത്. ഇനി ഇത് കള്ളമാണെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം കേട്ടോ, എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ എന്തായാലും സൂപ്പർ ആയിരുന്നു. ഓക്കെ, അപ്പൊ ആ കഥ എന്തായിരുന്നു? അവര് പറഞ്ഞ കഥ അതൊരു ചെറിയൊരു തേപ്പ് കിട്ടിയതാ. നിന്ന് തേച്ചോ? എനിക്ക് കിട്ടിയതാ. ആണോ? അയ്യടോ, എന്താ പറ കേക്കട്ടെ. അതൊന്നുമില്ല, ഒരു കുട്ടിയോട് വൺ സൈഡ് ആയിട്ട് ഉണ്ടായിരുന്നു. അത് ഞാൻ അങ്ങനെ കുറെ നാൾ മനസ്സിൽ വെച്ച് നടന്നു, എന്തായാലും സെറ്റ് ആവില്ല, അങ്ങനെയുള്ള കുട്ടിയായിരുന്നു. അപ്പൊ എന്നിട്ട് പിന്നെ ആ കുട്ടി ഇങ്ങോട്ട് വന്ന് ഇഷ്ടാന്ന് പറഞ്ഞു. ഇപ്പഴല്ല, കുറെ നാള് മുന്നേ, 3-4 കൊല്ലം മുന്നാന്ന് തോന്നുന്നു. പിന്നെ അതൊന്ന് സെറ്റായി. പിന്നെ ഒരു 2 മാസം റിലേഷൻ ഉണ്ടായിരുന്നു. ഭയങ്കര സ്വപ്ന ലോകത്തായിരുന്നു 2 മാസം. അല്ല, നമ്മള് വൺ സൈഡ് ആയിട്ടുള്ള കുട്ടി ഇങ്ങോട്ട് വന്ന് ഇഷ്ടാന്ന് പറയാ. അത് കഴിഞ്ഞ് സെറ്റായി ഒരുമിച്ച് നടന്നു. പിന്നെ ഒരു 2 മാസം കഴിഞ്ഞപ്പോ അവളുടെ എക്സ് വന്നു. അവൾക്കൊരു എക്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് അവളുടെ കൂടെ പോയി. പിന്നെ ഒരു ആദ്യം എനിക്കിത് തോന്നുന്നുണ്ട്, പോയിണ്ടാവില്ല. പിന്നെ ഫ്രണ്ട്സ് പറയണ്ട, പോയി തേച്ചു. പക്ഷെ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ പിന്നെ ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴും മനസ്സിലായി തുടങ്ങി. പിന്നെ കുറച്ചാള് നിരാശ, തന്നെ ഭയങ്കര നിരാശയായിരുന്നു. ഇവര് വന്ന് വല്ല തെറി പറഞ്ഞാലും ഞാൻ പുറത്തേക്ക് ഇറങ്ങുള്ളൂ, അതുവരെ വീണ്ടും ഉള്ളിലിരിക്കും. അത്ര സീരിയസ് ആയിരുന്നോ? അത് ഈ ഫസ്റ്റ് റിലേഷനല്ലേ, അപ്പൊ അതുകൊണ്ട് കുറച്ച്. ഓക്കെ, ഈ വൈറലായതിനു ശേഷം ആ കുട്ടി മെസ്സേജ് അയക്ക് അങ്ങനെ നോക്കിയിട്ടില്ലേ? ഇല്ല, പക്ഷെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടാവും. വീഡിയോ അവരുടെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നത് നന്നായിണ്ട് അങ്ങനെയൊക്കെ പറയാറുണ്ട്. അവിടെ നിന്ന് അത് ഞങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടൊക്കെ. ആണോ? എന്നാലും ഇപ്പം ആൾക്കാർ റിയാക്ട് ചെയ്യുമ്പോഴൊക്കെ കാണും. ബിഗ് ലോസ്. ഓക്കെ, പക്ഷെ പേടിക്കണ്ട, വരാനുള്ളത് വരും എന്നാണ്. നല്ലൊരു കുട്ടി വരും അല്ലേ? പറയണേ പ്ലീസ്. അല്ലെങ്കിൽ ഈ ബ്രേക്കപ്പ് ആയിന്ന് പറഞ്ഞല്ലോ, ആ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിന്ന് ഇപ്പം പ്രണയം ബ്രേക്കപ്പ് ആയ ആൾക്കാർക്ക് അറിയാം, അത് സീരിയസ് ആയിട്ട് ബ്രേക്കപ്പ് ആയ ആൾക്കാർക്ക് അറിയാം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആളെ മറക്കാനും അതിൽ നിന്ന് പുറത്തു വരാനും. എനിക്ക് സീരിയസ് ബ്രേക്കപ്പ് ഇല്ല, ഞാനുള്ള എല്ലാവരും നിൽക്കുന്നത്. അപ്പൊ എങ്ങനെയായിരുന്നു അതിൽ നിന്ന് പുറത്തേക്ക് വന്നത്? ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കും, പിന്നെ മറ്റേ ഫോണും പാട്ടൊക്കെ ഇട്ട് അതന്നെ സെന്റി പാട്ട് പിടിച്ചിരിക്കും. അത് അങ്ങനെ ഇരിക്കും. അപ്പൊ കൂട്ടുകാരന്മാര് വരും, വാടാ എവിടേക്കെങ്കിലും പോവാന്നൊക്കെ പറയും. ഞാൻ പുറത്തേക്ക് പോരും, വീട്ടിൽ തന്നെ ഇരിക്കും. വീട്ടിലിരിക്കും ഭയങ്കര സമാധാനം അങ്ങനെ പാട്ട് കേട്ടിരിക്കാൻ. പിന്നെ ഫ്രണ്ട്സ് വന്ന് വിളിക്കും, അപ്പോൾ വിളിച്ച് പിന്നെ അവരുടെ കൂടെ അങ്ങോട്ട് ഇങ്ങോട്ടും പോവും. പക്ഷെ അവരോട് പോകുമ്പോൾ എങ്ങനെയാലും എനിക്ക് വീട്ടിലെത്തിയാൽ മതി, ആ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. പിന്നെ ഇപ്പൊ ഞാൻ വീട്ടിൽ കേറുന്നില്ല, ഇല്ല. കൂട്ടുകാരന്റെ വീട്ടിലൊക്കെ കിടന്ന് ഉറങ്ങാം, അവിടെ തന്നെ ഫുഡ് അടിക്കുക, അവിടെ തന്നെ കിടക്കും, കറങ്ങാൻ പോവും. ഇപ്പൊ വല്ലപ്പോഴാണ് വീട്ടിൽ കയറാ. അയ്യോ, വീട്ടുകാരൊന്നും പറയില്ലേ? വീട്ടുകാര് അങ്ങനെ പറയുന്നില്ല, ഇടയ്ക്ക് വരാൻ പറയും. അപ്പൊ വരും, ചോറിനും. എത്ര നാളെടുത്തു ബ്രേക്കപ്പിന് വരാൻ? അത് കുറച്ച് നാളെ. അത് സംഭവം ഒരു കൊല്ലം. 1.5 കൊല്ലോ? 1.5 കൊല്ലം? അയ്യോ, അല്ല സംഭവം പ്രത്യേകിച്ച് ഒന്നുമില്ല, അത് തേച്ച് പോയി. എത്ര നാളത്തെ 2 മാസത്തെ റിലേഷൻ? 2 മാസത്തെ റിലേഷൻ 1.5 കൊല്ലം എടുത്തു പുറത്തേക്ക് വരാൻ. അപ്പൊ 2 കൊല്ലത്തെ റിലേഷൻ ആണെങ്കിൽ പക്ഷെ ഭാഗ്യണ്ട്, പോയത് നന്നായില്ലേ? അതത്രേ ഉള്ളൂ. ചിലതൊക്കെ പോകുമ്പോഴേ മനസ്സിലാവുള്ളൂ നന്നായി. അപ്പം എന്തായാലും നമ്മൾ
വൈഷ്ണവ് ഒരു ഡാൻസിലൂടെ വൈറലായിട്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ നമ്മൾ ഒരു ഡാൻസ് മാത്രം കളിപ്പിച്ച് വിടുന്നത് ശരിയല്ല. നമുക്ക് വൈഷ്ണവിൻ്റെ വേറൊരു ഡാൻസിലേക്ക് പോവാം. ഓക്കെ, ആ സെറ്റ്. ഓക്കെ, അപ്പോൾ ഡാൻസ് അടിപൊളിയായിരുന്നു. ഇപ്പം റീൽസിലാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പം ഞാൻ നേരിട്ട് കണ്ടപ്പോഴാണ് ശരിക്കും ഭയങ്കര ഈസി ആയിട്ട് പല ഗേൾസ് പോലും തോറ്റു പോകുന്ന മെയ് വഴക്കമുള്ളൊരു കുട്ടിയാണ്. ഓക്കെ, അപ്പം അടിപൊളിയായിരുന്നു. ഇപ്പം നോർമലി ഒരാളുടെ ഒരു ഡാൻസ് വീഡിയോ അല്ലെങ്കിൽ വൈറലായി കഴിഞ്ഞാൽ പിന്നെ അവർ വരുന്നത് ഭയങ്കര ഡിഫറെൻറ്റ് കോസ്റ്റ്യൂംസിലും ഷൂസൊക്കെ ഇട്ട് പല കോസ്റ്റ്യൂംസ് ഒക്കെ ട്രൈ ചെയ്യുന്ന രീതിയിലൊക്കെ ആയിരിക്കും. പക്ഷെ വൈഷ്ണവിൻ്റെ വീഡിയോസ് കാണുമ്പം കൂടുതൽ ആൾക്കാർ അത് ചോദിക്കുന്നുണ്ട്. സെയിം ഇപ്പം കോസ്റ്റ്യൂം ആണെങ്കിലും ഷർട്ട് ആണെങ്കിലും ചെരുപ്പാണെങ്കിലും ഒക്കെ സെയിം ആണ്. അതെന്താ അങ്ങനെ? എനിക്കൊരു ബ്ലാക്ക് പാന്റ് ഉണ്ട്, പിന്നെ ഒരു ഫ്ലിപ്പ്. അത് ഞാൻ നാശായാലും ചെരുപ്പ് നാശമുണ്ടെങ്കിൽ അത് തന്നെ പോയിട്ട് വീണ്ടും വാങ്ങാം. ആ മോഡൽ മാറ്റില്ല. എനിക്ക് ഷൂ ഇട്ട് അങ്ങനെ എനിക്ക് അത്ര ഇഷ്ടമല്ല ഷൂസിനോടും. എന്താണെങ്കിലും ഞാൻ ഫ്ലിപ്പ് ഇട്ടിട്ട് നടക്കുള്ളൂ. പിന്നെ പാന്റ് ഇപ്പം അഥവാ കളർ ഫെയ്ഡ് ആയാലും ആ പാന്റ് പോയിട്ട് കളർ ഫെയ്ഡ് ആണെങ്കിലേ ഈ 10 രൂപയ്ക്ക് ഒരു പൊടി കിട്ടും, ബ്ലാക്ക് പൗഡർ. അതെടുത്തിട്ട് കളർ മുക്കും, എന്നിട്ട് അതന്നെ ഇടും. അങ്ങനെയാണ്. അതെന്താ ആ പാന്റിനോട് ഭയങ്കര ഒരു ഇഷ്ടമുണ്ട്. അത് ഇപ്പം ആക്സിഡന്റ് ആയി കീറിയിട്ടും അത് തന്നെയാണ് ഇടുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അതൊന്നുമില്ല. അത് ഫ്രണ്ട്സിന്റെ കൂടെ പോകുമ്പോ വണ്ടി നിന്ന് വീണു. അപ്പോ ഫ്രണ്ട്സിന്റെ ചെറിയ സ്ക്രാച്ച് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം എന്റെ പാന്റിന്റെയാണ് ചെറിയൊരു സ്ക്രാച്ച് വന്നത്. പിന്നെ അത് ഞാൻ പാച്ച് വർക്കാന്ന് പറഞ്ഞിട്ട് നടന്നു. അതെന്താ ആ പാന്റിനോട് ഇത്ര ഇഷ്ടം തോന്നാൻ കാരണം? അത് ചിലർക്ക് ഇങ്ങനെ ഓരോന്നിനും ഒരു കോൺഫിഡൻസ് ഉണ്ടാവല്ലോ. അതെനിക്ക് എന്താണോ ആ പാന്റ് ഇടുമ്പോ നല്ല ഒരു ഇത്തിരി കോൺഫിഡൻസ് കിട്ടും. ഡാൻസ് കളിക്കാനായാലും ഇപ്പൊ ഇങ്ങനെ ഓരോ മൂവ്മെന്റ് ചെയ്യുമ്പോഴേ പാന്റ് ഇട്ട് കളിക്കുമ്പോ നല്ല രസം. എനിക്ക് അങ്ങനെ തോന്നുന്നു. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേച്ചി, പിന്നെ അമ്മാമ്മ. അങ്ങനെ ഞങ്ങളൊരു 5 പേര്. 5 പേരുണ്ട്. ചേച്ചിയാണ് ഇടയ്ക്ക് വീഡിയോസിൽ വരുന്നത്? ഇടയ്ക്ക് ചേച്ചി ഉണ്ടാവും, അല്ലെങ്കിൽ പിന്നെ ഒരു ഫ്രണ്ടിന്റെ ചേച്ചി ഉണ്ടാവും. അങ്ങനെ അവിടുത്തെ ആ ഒരു ഏരിയയിലെ നാട്ടുകാരുടെ ഒരു റെസ്പോൺസ് എന്താ? അവരെല്ലാരും നല്ല സപ്പോർട്ടാ. വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. റൂട്ട് ഇങ്ങനെ നടക്കുമ്പോ എല്ലാരും അങ്ങനെ പറയും. ഓക്കെ, നമ്മളപ്പം ഇന്റർവ്യൂവിന് വൈഷ്ണവിന് നമ്മൾ കോണ്ടാക്ട് ചെയ്തു. വൈഷ്ണവ് ഇവിടെ എത്തി. അപ്പൊ ആദ്യം ആളിങ്ങനെ കയറി നമ്മൾ ഇരിക്കൂന്ന് പറഞ്ഞപ്പോ പുറകെ ജാഥയായിട്ട് കുറെ ആൾക്കാരും കൂടിയായിട്ടാണ് വന്നേക്കുന്നത്. വന്നപ്പോ തൊട്ട് നമ്മൾ വൈഷ്ണവിന്റെ വായിന്ന് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ഫ്രണ്ട്സ് അങ്ങനെ ചെയ്തു, ഫ്രണ്ട്സ് അങ്ങനെ ഏറ്റവും കൂടുതൽ പറഞ്ഞൊരു വേർഡ് ഫ്രണ്ട്സ് ആണ്. അപ്പം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പേരെടുത്ത് പറയണമെന്ന്. അപ്പൊ പറയൂ, ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തി തരൂ. എന്റെ ഒരു ഫ്രണ്ട് അക്ഷയ് എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ട് ഉണ്ട്. പിന്നെ ഇത് സൗരവ്, അച്ചൂസ് എന്ന് വിളിക്കാം. പിന്നെ ഇത് ജിദേവ്, ശ്രീദേവ്. പിന്നെ ഇത് അച്ചൂസിന്റെ ചേച്ചി. ചേച്ചിയുടെ പേരെന്താ? സാന്ദ്ര. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ ചെറുപ്പം തൊട്ടേയുള്ള ഫ്രണ്ട്സ് ആണ്? ചെറുപ്പം തൊട്ടേയുള്ള ഫ്രണ്ട്സ് തന്നെയാണ്. ഇവർ മാത്രമല്ല, കുറച്ചുപേരും കൂടി ഇനി വരാനുണ്ട്. വണ്ടിയിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അവർക്ക് വരാൻ പറ്റില്ല. അപ്പം കുറെ ഫ്രണ്ട്സ് ആയിട്ടാണ് എല്ലായിടത്തും പോകുന്നതും എൻജോയ് ചെയ്യുന്നതും ഒക്കെ അല്ലേ? ജീക്കുട്ടൻ ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ട്. അവൻ ഭയങ്കര സപ്പോർട്ടാ. ഓക്കെ, ജീക്കുട്ടൻ ഇന്നിവിടെ ഇല്ല. അവൻ കോയമ്പത്തൂർ ഒരു വർക്കിന് പോയേക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ വൈഷ്ണവിന് വേറൊരു ടാസ്ക് കൊടുക്കാൻ പോവാണ്. വൈഷ്ണവിൻ്റെ ചേച്ചി, അതായത് ഇവർ റീൽസിൽ ഭയങ്കര അടിപൊളിയായിട്ട് ഒരുമിച്ച് ഡാൻസ് കളിക്കുമെങ്കിലും നേരിട്ട് കണ്ടാൽ കീരിയുമ്പോൾ പോകണം അല്ലേ, അടി ഉണ്ടാക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ആ ചേച്ചി ഇപ്പോൾ ജോലിക്ക് പോയേക്കാണ്. നമ്മളിപ്പോൾ ചേച്ചീനെ വൈഷ്ണവ് വിളിക്കുന്നു. ഫോൺ എടുത്തപ്പോൾ ഐ മിസ് യു എന്ന് പറയുന്നു. അപ്പോൾ ചേച്ചിയുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്നാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഐ മിസ് യു എന്നൊക്കെ? ഇല്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇതാണ് ചാൻസ്. പിന്നെ ഞാൻ വിളിക്കണോ? ഇടക്കൊക്കെ ഐ മിസ് യു എന്നൊക്കെ പറയാട്ടോ. ചേച്ചി ചെറിയൊരു പ്രശ്നമുണ്ട്, ഇത് സ്വിച്ച് ഓഫ് ആയി. ഹലോ ഞാനേ ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായില്ലേ? പോയി ഇപ്പൊ അവിടെ നിന്ന് ഇറങ്ങി. അവര് റീൽസ് ഒക്കെ നൈസായിരുന്നു. പിന്നെ ചേച്ചി നിന്നെ പറ്റി കുറെ ചോദിച്ചു. ഞാൻ പറഞ്ഞു നമ്മൾ നേരിട്ട് കണ്ട കിരിമ്പാമ്പന്നൊക്കെ പറഞ്ഞു.
ആ എല്ലായിടത്തും ഉണ്ട്. ശരിക്കും നിന്നെ അവിടെ ശരിക്കും ഞാൻ മിസ് ചെയ്തു. ആ നീ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നൈസേനെ. ഞാൻ അല്ല അവരെന്നെ വിളിച്ചു, ഞാൻ അങ്ങോട്ട് പോന്നു. ആ അത് ശരിയാണ് കേട്ടാ. ആ ഓക്കെ ഓക്കെ. അല്ല ഞാനേ നിന്നെ മിസ് ചെയ്തു എന്ന് പറയാൻ വിളിച്ചതാ. അല്ല മിസ് ചെയ്തു പറഞ്ഞിട്ടൊന്നും പറയല്ലേ. സങ്കടം വരില്ല. ആ വരുമ്പോ എന്തെങ്കിലും മേടിച്ചോണ്ടിരാ. എന്തെങ്കിലും മേടിച്ചോണ്ടിരാം. ആ എനിക്ക് ഞാൻ ശരിക്കും തന്നെ മിസ് ചെയ്തു. നീ പൊടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ നിനക്ക് എന്തെങ്കിലും മേടിച്ചെന്നെ. ഇതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞാട്ടാ. ഇവര് വിളിക്കാൻ പറഞ്ഞിട്ട് വിളിച്ചതാ. വിളിക്കാൻ പറഞ്ഞോണ്ട് വിളിച്ചതാ. അവര് പറഞ്ഞതാ ജസ്റ്റ് വിളിച്ചിട്ട് മിസ് ചെയ്യൂന്ന് പറയാൻ പറഞ്ഞു. ഇപ്പൊ ഇന്റർവ്യൂല അപ്പൊ തന്നെ വിളിച്ചോണ്ടിരിക്കുന്നവരൊക്കെ കേൾക്കുന്നുണ്ട്. ഞാൻ ഒരാൾക്ക് കൊടുക്കാം. ഹലോ ഹലോ ഹായ് വരദ. ഹായ് മാഡം. മാഡമോ? ഞാൻ മസ്താനി. ഞാനിപ്പോ ഇവനെ ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. ആ അപ്പം ഞങ്ങളൊരു ടാസ്ക് കൊടുത്തതാണ് ചേച്ചീനോട്. ഞങ്ങൾ ചോദിച്ചു എപ്പോഴെങ്കിലും ചേച്ചീനോട് മിസ് യു എന്ന് പറഞ്ഞിട്ടുണ്ടോന്ന്. അപ്പോൾ അവൻ പറഞ്ഞു ഞങ്ങൾ കണ്ട കീരിയും പാമ്പുമാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞു എന്നാ വിളിച്ചിട്ടൊന്ന് ഐ മിസ് യു എന്ന് പറ, ചേച്ചിയുടെ റിയാക്ഷൻ എന്താന്ന് അറിയണം എന്ന്. എന്താ ആണോ? അല്ല ഞാനും പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോ ഇവൻ തന്നെയാണോ എന്നാലും കേട്ടപ്പോ ഒരു സുഖായില്ലേ? അത് ശരിയാ, അതൊക്കെ ശരിയാ. കേട്ടപ്പോ ഒരു ഓക്കെ. എന്തായാലും ഓ അല്ല പിന്നെ കേട്ടപ്പോഴേ അവൻ എന്നെ ആണോ അത് പറയണേന്നൊരു ഡൗട്ട്. പിന്നെ ഞാൻ സന്തോഷമൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ. എന്തായാലും ആള് ഭയങ്കര ഹാപ്പിയാണ്. അപ്പം ഇങ്ങനെ എന്താ ഫീൽ ചെയ്യുന്ന ഇപ്പം പെട്ടെന്ന് ഇവൻ 20 മില്യൺ കഴിഞ്ഞു? ആ ഭയങ്കര സന്തോഷമുണ്ട്. നമ്മളിങ്ങനെ വിചാരിക്കുന്നില്ലല്ലോ ഇപ്പൊ ഒരു വീഡിയോ ഇടുമ്പോ ഇങ്ങനെ എത്ര റീച്ച് ആവുന്നോ അങ്ങനെ. പിന്നെ മറ്റുള്ളവരതിന് കണ്ടു പറയുമ്പോ ഇതാരെ ഈ കുട്ടി ആരാ ചോദിക്കും, മറ്റേനിയനാന്നൊക്കെ പറയുമ്പോ ഒരു സന്തോഷല്ലേ. ഓക്കെ. അപ്പൊ എന്തായാലും താങ്ക് യു വരദ. ആ താങ്ക് യു. ഓക്കെടാ. ആ ശരി. ആ അപ്പം ഇനി എന്താ ഫ്യൂച്ചർ പ്ലാൻസ്? ഇങ്ങനെ ഇതിൽ തന്നെ ജെമോളജി അല്ലേ? ആ ജെമോളജി. ഓക്കെ. അത് പഠിച്ചൊരു ജോലിയായിട്ട് പോകാനാണോ അല്ലെങ്കിൽ സിനിമ? അത് ഇപ്പൊ കോഴ്സ് പഠിക്കുന്നുണ്ട്, അപ്പൊ അത് കണ്ടിന്യൂ ചെയ്യും. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ റീൽസും ചെയ്യാൻ പറ്റും നോക്കും. പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും നോക്കും. ഓക്കെ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഒരുപാട് സന്തോഷം കാണാനും പരിചയപ്പെടാനും പറ്റിയതിൽ. നിന്റെ ഫ്രണ്ട്സിന് ഇത്രയും നല്ല ഫ്രണ്ട്സിന് എവിടെ കിട്ടും ഗൈസ്? അപ്പോൾ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. ഇനിയും വീഡിയോസൊക്കെ ചെയ്യാം. ഇപ്പോൾ ഇത്രയും നല്ല ഫ്രണ്ട്സ് ഉള്ള സ്ഥിതിക്ക് ഇനിയിപ്പം വേറെ എന്ത് വേണം ലൈഫിൽ, എവിടെ വേണമെങ്കിലും എത്താലോ. അപ്പം അതെ, ഇവിടെ വരെ എത്തിയില്ലേ. അപ്പോൾ ഇനിയും വീഡിയോസ് ചെയ്യാം, വൈറലാവട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ. താങ്ക് യു.